പാലയിൽ നിന്ന് വന്ന ഒരു വനിതയാണ്. അവന് പനിയും ഛർദി അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അവർ അഡ്മിറ്റ് ചെയ്ത്. അവരുടെ അവരുടെ ഫാമിലി പാലയിലാണ്, അതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും സുഹൃത്തുക്കളെ നമ്മൾ ഏത് അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളത്തിൽ ആരോഗ്യരംഗം പോകുന്നത് എന്നൊക്കെ ഭയങ്കര വലിയ കൺഫ്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അധികാരത്തിൽ കയറിയപ്പോൾ നമ്മുടെ കോൺഗ്രസ് ആദ്യം ശ്രമിച്ചത് ചില്ലറ പ്രതികാര നടപടികൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച്, പൊതുവായിട്ട് നടത്തേണ്ട ചില്ലറ കാര്യങ്ങളെക്കുറിച്ച് ഇവർ അത്രയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. എന്തായാലും ഇപ്പോഴത്തെ നിലവിൽ ഇബോളയാണോ എന്ന് സംശയമുള്ള രോഗിയെ കണ്ടെത്തിയിട്ടുണ്ട്. എബോള നമ്മുടെ ലോകത്ത് വളരെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര പകർച്ച സാധ്യതയുള്ളൊരു സംഗതിയാണ് എബോള എന്ന് പറയുന്നത്. ഒരു സുഡാനിൽ നിന്ന് വന്ന ഒരു പാലയിലുള്ള കോട്ടയത്തുള്ള ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു അസുഖമാണോ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല നിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത്തവണത്തെ ഈ ഗവൺമെന്റിൽ പെട്ടുകിടക്കുന്ന ഒരു മനുഷ്യൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പാവ മനുഷ്യനാണ്, മുരളീധരനാണ്. ആരോഗ്യ മേഖല ഇയാൾ കൈവച്ചോട് കൂടിയിട്ട് ആകെ പ്രശ്നമായി ഒന്നും സംശയമൊന്നുമില്ല. ഒരു 30 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഈ 30 ദിവസത്തിനിടയ്ക്ക് എത്രത്തോളം മരണങ്ങളാണ്, എത്രത്തോളം ആരോഗ്യ മേഖലയുള്ള അനാസ്ഥയാണ്, മരുന്ന് കിട്ടാത്ത പ്രശ്നങ്ങൾ, തൊട്ടപ്പുറത്ത് നിപ എന്ന് പറയുന്ന അസുഖം, ഇപ്പോൾ എബോള, നമ്മളത് കേരളത്തിലേക്കൊന്നും ഉണ്ടാവരുത് എന്നൊക്കെ ആഗ്രഹിച്ച ആ ഒരു അസുഖം കൂടി ഇതാ നമ്മുടെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. ഇദ്ദേഹം പണ്ട് എങ്ങോട്ടൊക്കെ പറഞ്ഞിരുന്നു, ഈ പ്രതിപക്ഷത്തെ സമയത്ത്, ഈ എന്താ പറയാ, ഈ എന്താണ് നാണം കെട്ടവനോ എന്തോ ഒരാൾ നാട് ഭരിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞായിരുന്നു. ഇപ്പൊ ഒന്നും പറയണ്ട, അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഇപ്പൊ പറയുന്നത് ശരിയല്ല, കുടുങ്ങി എന്ന് പറയാം. അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ പ്രാഥമികമായി നോക്കുമ്പോൾ ഭയപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷേ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടെ കിട്ടും. അത് ഐസൊലേറ്റഡ് വാർഡിലേക്ക് പേഷ്യന്റിനെ മാറ്റി സ്ഥിരീകരിച്ചിട്ടില്ല. അത് തയ്യാറാക്കി. ഇപ്പോൾ ആശങ്കപ്പെടാനില്ല. പക്ഷെ എന്തായാലും സുഹൃത്തുക്കളെ, ഇപ്പോൾ അധികം ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ രണ്ടാമതൊരു ബ്രീഫിംഗ് വരികയാണെങ്കിൽ ഏകദേശം ഇത് എബോളയാണോ അതോ സാധാരണ ഒരു പനി തന്നെയാണോ എന്നുള്ള വിവരമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വെക്കുന്നത്, നമ്മുടെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു കിടക്കണ കഴിഞ്ഞൊരു 30 ദിവസത്തിനുള്ളിൽ എന്ന് തോന്നിപ്പോകുന്നു. പകർച്ചവ്യാധി കേരളത്തിൽ പിടിമുറുക്കുകയാണ്. പലയിടത്തും വലിയ രീതിയിലുള്ള പനി ബാധിച്ചവരുടെ കണക്ക് തന്നെയാണ് ഉയർന്നു വരുന്നത്. 12,000 പേരാണ് പനി ബാധിച്ച് നിലവിൽ ചികിത്സയിലുള്ളത്. ഇന്നലത്തെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ 12,191 പേരാണ് പനി ബാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പനി ബാധിച്ചുള്ള മരണവും വളരെ ആശങ്ക നൽകുന്നതാണ്. ഇന്നലെ മാത്രം 5 പേർ ഷിഗല്ല, ഡെങ്കിപ്പനി അല്ലാതെ പനി, വയറിളക്കം ഉൾപ്പെടെയുള്ള ബാധിച്ച് മരിച്ചിട്ടുണ്ട്. നോക്കൂ, ഇത്തരത്തിലുള്ള മരണനിരക്കുകളെല്ലാം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വളരെ കുറവായിരുന്ന ഈ ഒരു സംഗതി ഇപ്പോൾ കൂടുകയാണ് നമ്മുടെ കേരളത്തിൽ. സ്വയം ചികിത്സയൊന്നും എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ നിങ്ങൾ ആരും എടുക്കരുത്. എന്തെങ്കിലുമൊക്കെ പനി സംഗതി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണുക. ഇന്നലെ 12 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 105 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ഉള്ളത്. ഇങ്ങനെ നിരവധി പകർച്ചവ്യാധികൾ കേരളത്തിൽ വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ജാഗ്രത മതി എന്ന് ആരോഗ്യവകുപ്പ് നിരന്തരം പറയുന്നുവെങ്കിലും ഇങ്ങനെ ഈ ഒരു പനി ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് വളരെ ആശങ്ക നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. മരണനിരക്ക് ഉയരുന്നു എന്നുള്ള യെസ്, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ഇവര് പറയുന്ന പോലെ ഇത്രയും എന്താ പറയാ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നതില്ല. ഇനിയിപ്പോ കണ്ണൂരില് വീണ്ടും ഒരു ഷിഗല്ല കേസ് കൂടി വന്നിരിക്കുന്നു. കണ്ണൂരിൽ വീണ്ടും ഷിഗല്ല ബാധ. ഇരിട്ടിയിൽ 6 വയസ്സുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടി മട്ടന്നൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 6 ആയി ഉയർന്നു. കണ്ണൂർ ജില്ലയിൽ ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ കുന്നോത്തുപറമ്പ്, മൂര്യാട്, പാപ്പിനിശ്ശേരി. അപ്പോ ഞാൻ ഈ പറഞ്ഞ വാർത്തകളെല്ലാം നിങ്ങൾ കേട്ടതായിരിക്കും. പക്ഷേ നമ്മളൊരു വലിയ കൺഫ്യൂഷനിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ഈ ആരോഗ്യ മേഖല ഇങ്ങനെ താറുമാറായ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നത്? ഇത് ഇദ്ദേഹം വന്ന സമയത്ത് തന്നെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നോക്കാത്തോണ്ടോ എന്നൊക്കെ വലിയ കൺഫ്യൂഷൻസ് ഒക്കെ ആളുകൾ പറയുന്നുണ്ട്. ഏഷ്യാനെറ്റ് പറയുന്നു, നോക്കൂ എവിടെ.
കഴിഞ്ഞ വർഷം ആകെ റിപ്പോർട്ട് ചെയ്ത രോഗികളുടെ എണ്ണത്തെക്കാൾ ഈ വർഷം പകുതിയാകുമ്പോഴേക്കും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഒരൊറ്റ ഷിഗല്ല മരണം പോലും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഈ വർഷം ഇത് ഇപ്പോൾ 6 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ മാസത്തെ കണക്കുകളാണ്. ഇനിയിപ്പോ ഒരൊറ്റ മാസത്തെ കണക്കാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറി വന്നിട്ട് ഒറ്റ മാസത്തെ കണക്കാണ് 6 മരണം ഷിഗല്ലയുടെ. നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ ഒരൊറ്റ ഷിഗല്ല മരണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ വർഷം എന്നൊക്കെ പറയുമ്പോഴേ ഇവിടെ പിണറായി വിജയൻ, ഈ കേരളത്തിലെ ആളുകൾക്ക് മുഴുവൻ വെറുക്കപ്പെട്ടനായിട്ടുള്ള പിണറായി വിജയനും, ചിരിക്കാത്ത പിണറായി വിജയനും, ഒപ്പം തന്നെ കഴിവുകെട്ട മന്ത്രിയായിട്ടുള്ള വീണ ജോർജും നമ്മുടെ ആരോഗ്യമന്ത്രി ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരൊറ്റ ഷിഗല്ല മരണം പോലും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 6-7ഓളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് മുഴുവൻ ആ ഒരു പാവം ആരോഗ്യമന്ത്രിയായിട്ടുള്ള മുരളീധരന്റെ തലക്കിടാൻ നമുക്ക് പറ്റില്ല. ഇതൊക്കെ എത്രയോ കാലമായിട്ട്, എത്രയോ കൃത്യമായിട്ട് നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റും നടത്താത്തതുകൊണ്ടാണ്. അതിന്റെ കുറ്റം കാരണം എന്തൊക്കെ ചാർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് നിലയ്ക്ക് തന്നെയാണ് ചാർത്തേണ്ടത്. അവരാണ് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത്, ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത്, ചുറ്റുഭാഗവും മറ്റൊക്കെ വൃത്തിയാക്കേണ്ടത്, ഓടകളൊക്കെ ക്ലീൻ ആക്കേണ്ടത്. ഇതൊന്നും ചെയ്തില്ല. അതും പോരാഞ്ഞ് ഒരു സ്ഥലത്ത് എങ്ങാണ്ട് ഒരു BJP-ക്കാർ അധികാരത്തിൽ കയറി അതോടുകൂടിയിട്ട് ആകെ കുടുങ്ങി. അവന്മാർക്ക് ഇത് വൃത്തിയാക്കണമെന്നില്ല, നേരാക്കുന്നില്ല. എങ്ങനെയെങ്കിലും 4 അമ്പലം ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പണം പിടുങ്ങുക മാത്രമാണ് ലേവന്മാരുടെ ഉദ്ദേശം തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സുഹൃത്തുക്കളെ, സൂക്ഷിക്കുക, നല്ലതുപോലെ സൂക്ഷിക്കുക. നമ്മളെ ജീവിതം നമ്മളെ കയ്യിൽ മാത്രമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചിരി കിട്ടിയോണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. ചിരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടെന്ന് വിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ബൈ.